സംസ്ഥാനത്ത് ഓണനാളുകളിൽ പിടികൂടിയത് കോടികളുടെ ലഹരി വസ്തുക്കൾ. സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ മാരകമായ രാസലഹരി വസ്തുക്കൾ ഉൾപ്പെടെയാണ് എക്സൈസും പോലീസും ചേർന്ന് പിടികൂടിയത്. ദിസ്ന ചേരുന്നു ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നതിനായി. ദിസ്ന, മലയാളികൾ ഓണത്തിന് മദ്യം കുടിച്ചു തീർത്തതിന്റെ കണക്കുകൾ തന്നെ ഞെട്ടിപ്പിക്കുന്നതിനാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ കൂടി പിടികൂടുന്നത്, അതും കോടികളുടെ. ഒരുപക്ഷെ ഇതെല്ലാം സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ച് ഓണനാളുകളിൽ വിൽപ്പന നടത്തുന്നതിനായി തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ ഓണം മലയാളികൾ കുടിച്ചു തീർത്തതുപോലെ തന്നെയാണ് ഈ എക്സൈസിന്റെ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായും പോലീസും എക്സൈസും ചേർന്നാണ് ഇത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വൻതോതിൽ ലഹരി എത്തിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടിയത് എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണക്കുകൾ എടുത്തു പറയുകയാണെങ്കിൽ ഓണത്തോടനുബന്ധിച്ച 4 ദിവസം വ്യാപകമായ പരിശോധനയാണ് വിവിധ ഭാഗങ്ങളിൽ നടന്നത്. ഹോട്ടലുകൾ, DJ പാർട്ടികൾ, റിസോർട്ടുകൾ എന്നിവ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരിശോധന നടന്നു. ഓഗസ്റ്റ് 4 മുതൽ ഈ മാസം 7 വരെ മാത്രം 242.472 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. അതുപോലെ തന്നെ 93.028 ഗ്രാം MDMA, ഹെറോയിൻ 1259.395 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പരിശോധനകളിലൊക്കെ തന്നെയും 2214 അബ്കാരി കേസുകളാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രജിസ്റ്റർ ചെയ്തത് എന്ന വിവരങ്ങളാണ് എക്സൈസ് ഉൾപ്പെടെ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ 1475 NDPS കേസുകളും 84 വാഹനങ്ങളാണ് ഈ ലഹരി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി പിടികൂടിയത് എന്ന കണക്കുകൾ പോലീസും എക്സൈസും ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു. പ്രധാനമായും കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് എക്സൈസിന്റെയും പോലീസിന്റെയും സംയുക്തമായ പരിശോധനകൾ നടന്നിരുന്നത്. രോഹിണി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.